സ്വപ്ന സുരേഷ് പ്രതിയായ വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കേസിൽ രണ്ടാം പ്രതിയെ മാപ്പ് സാക്ഷിയാക്കി. രണ്ടാം പ്രതി സച്ചിൻ ദേവിന്റെ അപേക്ഷ തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അംഗീകരിച്ചു. വി ജയശങ്കർ വിവരങ്ങൾ നൽകും. തിരുവനന്തപുരത്ത് നിന്ന് ജയശങ്കർ, എന്താണ് ഈ കേസിൽ നടക്കുന്നത്? അതായത് സ്വപ്ന സുരേഷ് സ്പേസ് പാർക്കിലെ ജോലിക്ക് വേണ്ടിയാണ് വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നത്. മഹാരാഷ്ട്രയിലെ ഒരു യൂണിവേഴ്സിറ്റിയുടെ പേരിലായിരുന്നു ഇത്തരത്തിലൊരു സർട്ടിഫിക്കറ്റ് കൊണ്ടുവരുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ് സ്വപ്ന സുരേഷിന് ഒന്നാം പ്രതിയും ഇദ്ദേഹത്തെ സച്ചിനെ രണ്ടാം പ്രതിയുമാക്കിക്കൊണ്ട് കേസെടുക്കുന്നത്. ഈ കേസിലാണ് നിലവിൽ കോടതി സച്ചിൻ്റെ മാപ്പ് സാക്ഷിയാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഇദ്ദേഹം സമർപ്പിച്ച അപേക്ഷ, സച്ചിൻ ദാസ് സമർപ്പിച്ച അപേക്ഷ പരിഗണിച്ചുകൊണ്ടാണ് കോടതിയുടെ തീരുമാനം. പ്രോസിക്യൂഷനും ഇത്തരത്തിൽ മാപ്പ് സാക്ഷിയാക്കണമെന്ന കാര്യത്തെ എതിർത്തില്ല. പ്രോസിക്യൂഷനും ഇതിന് അനുകൂലമായി നിന്നു. ഇതോടുകൂടിയാണ് നിലവിൽ സച്ചിനെ മാപ്പ് സാക്ഷിയാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ സച്ചിൻ ദാസാണ് സ്വപ്ന സുരേഷിന് വേണ്ടി സ്പേസ് പാർക്കിലേക്ക് വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചു നൽകിയത്. ഈ മഹാരാഷ്ട്രയിലെ ബാബ അംബേദ്കർ യൂണിവേഴ്സിറ്റിയുടെ പേരിലായിരുന്നു ഇത്തരത്തിലൊരു വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച് നൽകുന്ന സംഭവം ഉണ്ടായത്. സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട വലിയ തോതിലുള്ള ഈ വിവാദങ്ങൾ ഉയർന്നതിന് പിന്നാലെയാണ് ഈ വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട കേസും ഉയർന്നു വരുന്നത്. ഈ സച്ചിൻ പഞ്ചാബ് സ്വദേശിയാണ്. സ്വപ്ന സുരേഷുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു. എന്തായാലും ഈ കേസിൽ നിലവിൽ സച്ചിനെ മാപ്പുസാക്ഷിയാക്കുന്നു. പോലീസുമായും മറ്റും വലിയ തോതിൽ സഹകരിച്ച് വിവരങ്ങൾ നൽകിയതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു അപേക്ഷ വന്നപ്പോൾ പ്രോസിക്യൂഷൻ എതിർക്കാതിരുന്നത്. എന്തായാലും സാങ്കേതികമായി നടപടിക്രമങ്ങളിൽ നിന്ന് സച്ചിൻ ഒഴിവാക്കും. എന്തായാലും സ്വപ്ന സുരേഷിനെതിരെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ടുള്ള നടപടികൾ തുടരുക തന്നെ ചെയ്യും. വിവരങ്ങൾ നൽകുകയായിരുന്നു വി ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന്.